നിങ്ങൾ ആരാണ്? ജാഗ്രത! ഇനിയൊരു ചൂട് മുന്നോട്ട് വെച്ചാ നിങ്ങളുടെ ആരും ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകില്ല. നിങ്ങൾ ആരാന്ന് പറ. എവിടുന്നാ വരുന്നത് പറയാൻ. നാലു ചുറ്റും ഇപ്രകാരം ബഹളം കേൾക്കുന്നത് എന്താണ്? ഇവിടെ എങ്ങും ഒരു കാവൽഭടനെയും കാണാൻ സാധിക്കുന്നില്ലല്ലോ. രാജകുമാരി, ഈ രാത്രി ഇവിടെ തനിച്ച്? നാം അതൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ കൊട്ടാരത്തിലെ ഓരോ വ്യക്തിയും നമ്മുടെ ശത്രുക്കളാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ നിൽക്കുന്ന രാജകുമാരി രൂപവതിയുടെ പിതാവ് തന്നെയാണ് നമ്മുടെ പിതാവിന്റെ ഹത്യ നടത്തിയത്. എങ്കിൽ ശരി, ഇനി കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. ഇല്ലില്ല, ഇവിടെ ഇപ്രകാരം തനിച്ച് സഞ്ചരിക്കുന്നത് ഉചിതമല്ല. ഏത് നിമിഷം ആപത്ത് വന്നു ചേരാൻ ഇടയുണ്ട്. അറയിലേക്ക് തിരികെ പോകുന്നതാണ് ഉചിതം. മഹാരാജൻ വിക്രമദേവന്റെ അറ എവിടെയാണെന്ന് പറയൂ. വേഗം പറയൂ. കൊട്ടാരത്തിലെ കാവൽക്കാരനായിട്ടും സ്വന്തം മഹാരാജന്റെ അറ എവിടെയാണെന്ന് അറിയില്ലേ? കാവൽഭടന്റെ രൂപത്തിൽ വന്ന ഇവൻ ആരായിരിക്കും? വിക്രമദേവന്റെ അറ എവിടെയാണെന്ന് പറയൂ. ഇല്ലെങ്കിൽ നാം ജാഗ്രത! മുന്നോട്ട് വരരുത്. നിങ്ങൾ ആരാണെന്ന് പറയൂ. എവിടെ നിന്നാ വരുന്നത്? പറയൂ, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? നിശബ്ദത പാലിക്കണ്ട. നമ്മോട് പറയൂ. നമ്മുടെ പിതാശ്രീയെ എന്തിനാണ് നിങ്ങൾ തിരയുന്നത്? നിങ്ങൾ കാവൽ ഭടന്മാരല്ല, അവരുടെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. നിങ്ങളെ എവിടേക്ക് അയച്ചത് ആരാണ്? ഇതെന്താണ്? മഹാരാജൻ എവിടെയാണ് രാജകുമാരി? ഞങ്ങളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലും. ആദ്യം നമുക്ക് ഉത്തരം നൽകൂ. നമ്മുടെ പിതാശ്രീയെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്തിനാണ്? നിങ്ങൾ ഇപ്പോൾ അർദ്ധരാത്രിയിൽ കൊള്ളക്കാരുടെ രൂപത്തിൽ എന്തിനാണ് വന്നത്?
നമുക്ക് ചില പഴയ കണക്കുകൾ അദ്ദേഹത്തോട് തീർക്കാനുണ്ട്. കണക്ക്? എന്ത് കണക്കാണ്? നമ്മുടെ പിതാശ്രീയെ ഹാനി വരുത്താൻ എത്തിയവരാണോ നിങ്ങൾ? ഹാനി? ഞങ്ങൾ കാരണം അദ്ദേഹത്തിന് ഹാനി സംഭവിക്കുമെന്നോ? നിങ്ങളുടെ പിതാവ് എത്രത്തോളം ഹാനി ഞങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ? ഹാനി വരുത്തിയത് നമ്മുടെ പിതാശ്രീയാണെന്നോ? നിങ്ങൾക്കോ? എന്ത് ഹാനിയാ വരുത്തിയത്? ഹേയ്, നിങ്ങൾ ആരാണ്?